അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നാളെ നടക്കാനിരിക്കുന്ന താരീഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. 1. യോജിച്ചവ ചേർക്കാം. ഒരു കള്ളിയിൽ നേഗസ്, ഹുവൈലിദ്, അബൂലഹബ് പറഞ്ഞു, റംലത്ത്, ഹാരിസ, 3 വർഷം, പർവ്വതം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി യോജിച്ചത് ഈ കള്ളിയിൽ നിന്ന് എടുത്തെഴുതാനാണ്. ആദ്യം നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉമ്മു ഹബീബ എന്ന റംലത്ത്. 2. രഹസ്യ പ്രബോധനം. ഉത്തരം 3 വർഷം. 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആരാണ്? ഹുവൈലിദ്. 4. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ഉത്തരം ഹാരിസ. 5. തബ്ബാലക അലിഹാദ ജമാഅതന. ഉത്തരം അബൂലഹബ് പറഞ്ഞു. 6. സഫ എന്ന് പറഞ്ഞാൽ കുന്ന്, പർവ്വതമാണ് അല്ലേ, സഫ പർവ്വതം. 7. അനറബി രാജാവ്. ഉത്തരം നേഗസ്. 2ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റ് ശരിയാക്കി എഴുതാം. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, അത് ശരിയാക്കിയിട്ട് എഴുതാനാണ്. 1. യൂറോപ്പ് വൻകരയിൽപ്പെട്ട എത്യോപ്യ യൂറോപ്പ് വൻകരയിൽപ്പെട്ടതാണോ? അല്ല, അത് തെറ്റാണല്ലേ. ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളത്. 2ാമത്തത് എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉത്തരം എത്യോപ്യയിലെ രാജാക്കന്മാർ നജാഷി അഥവാ നേഗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. അബൂജഹൽ പറഞ്ഞു, തബ്ബാലക അലിഹാദ ജമാഅതന. ഉത്തരം അബൂജഹൽ അല്ല അത് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അബൂലഹബാണ് പറഞ്ഞിട്ടുള്ളത്. അബൂലഹബ് പറഞ്ഞു, തബ്ബാലക അലിഹാദ ജമാഅതന. 4ാമത്തെ ക്വസ്റ്റ്യൻ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന നബിയായിരുന്നു. അതിൻ്റെ ഉത്തരം എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന രാജാവായിരുന്നു എന്നാണ്. അത് അവിടെ രാജാവായിരുന്നു എന്ന് മാറ്റി എഴുതണം, നബി ആയിരുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഉമ്മു ഹബീബ ബീവിയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? മഹർ നൽകിയത്? ഉത്തരം നജാഷി രാജാവ്. 2. ഖുറൈശികളെ സഫ പർവ്വതത്തിലേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് എന്താണ് ചോദിച്ചത്? അതിൻ്റെ ഉത്തരം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. 3. നജാഷിയുടെ മരണവാർത്തയറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കാരം നടത്തി. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? ഉത്തരം അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. എന്താണ് വ്യക്തമാക്കേണ്ടത്? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാണ് വ്യക്തമാക്കി എഴുതേണ്ടത്. പുരുഷന്മാരിൽ പുരുഷന്മാരിൽ ആദ്യം ആരാണ് ഇസ്ലാം സ്വീകരിച്ചത്?
അബൂബക്കർ ഇബ്നു അബി കുഹാഫ. 2 സ്ത്രീകളിൽ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. 3 കുട്ടികളിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 5-ാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. 1 വ അൻദിർ അശീറതക ഡാഷ്. ഉത്തരം വ അൻദിർ അശീറതക അൽ അഖ്റബീന. 2 ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് ഡാഷ്. ഉത്തരം നിങ്ങൾ രക്ഷിക്കുക. 6-ാമത്തെ ക്വസ്റ്റ്യൻ എണ്ണം വ്യക്തമാക്കാം. 1 എത്യോപ്യയിലേക്ക് ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരിലെ സ്ത്രീകൾ എത്ര എണ്ണമാണ്, പുരുഷന്മാർ എത്രയാണ് എഴുതാനാണ്. ആദ്യം ഹിജ്റ പോയ സ്ത്രീകള് 4, പുരുഷന്മാര് 10. 2-ാമത്തെ ക്വസ്റ്റ്യൻ എത്യോപ്യയിലേക്ക് 2-ാം യാത്രയിൽ പോയവർ ആരൊക്കെയാണ്? 18 സ്ത്രീകളും 83 പുരുഷന്മാരും. 18 സ്ത്രീകളും 83 പുരുഷന്മാരും. 7-ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ആരോട് പറഞ്ഞു? 1 അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അവിടെയുണ്ട്. ആദ്യം ഇത് ആര് പറഞ്ഞു എഴുതാ, പിന്നെ അത് ആരോട് പറഞ്ഞു എഴുതാ. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോടാണ് പറഞ്ഞത് അല്ലേ. ഇതാണ് ഗൾഫ് കൺട്രീസിലൊക്കെ പാദവാർഷിക പരീക്ഷയ്ക്ക് 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ചോദിച്ച താരീഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.